Hello everyone, welcome back to Raj Talk. സുബേദാർ റൈറ്റർ ഡയറക്ടർ സുരേഷ് ത്രിവേണി ഡയറക്റ്റ് ഒ ടി ടി റിലീസായിട്ട് ആമസോണിലെത്തിയ ചിത്രം സ്റ്റാറിങ് അനിൽ കപൂർ, മോന സിംഗ്, രാധിക മദൻ. രാധിക മദൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരി വേറെ പടങ്ങളിലും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് അനിൽ കപൂറിൻ്റെ മകളായിട്ട് വരുന്നൊരു കഥാപാത്രം അന്യായ സ്വാഗിൽ ചെയ്തിട്ടുണ്ട്. സോ പടത്തിനെ പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ ആസ്വാദനത്തിൻ്റെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നോട്ട് ബാഡ്, ഒരു എബോവ് ആവറേജ് ലെവലിൽ ഇഷ്ടപ്പെട്ട പടം. അന്യായ അനിൽ കപൂർ സാഗ്. ഞാൻ ഈ മനുഷ്യൻ കാണാൻ അടിപൊളിയാണ്. പുള്ളി എന്താ പറയുക, ഈ 69ാമത്തെ വയസ്സിൽ ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യം ചെക്ക് ചെയ്തത് ഇങ്ങർക്ക് എത്ര വയസ്സായി എന്നുള്ളതാണ്. ആ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത് മാത്രമല്ല, അത് ജസ്റ്റ് ഒരു ബോഡിയുടെ ഷേപ്പിൽ മാത്രമല്ല, പുള്ളി ഓടുന്നതാണെങ്കിലും ഫൈറ്റ് സീക്വൻസിൽ പുള്ളി കൊടുക്കുന്നതാണെങ്കിലും ആ ഒരു എഫേർട്ട് ഇടുന്നതിലും പുള്ളിയുടെ ഓവറോൾ അഭിനയം, അതായത് പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മകളുമായിട്ടുള്ള കഥാപാത്രവുമായിട്ട് അത്ര ചേർച്ചയില്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്. അറിയില്ല മകളുടെ പ്രിഫറൻസുകൾ എന്താണെന്നൊന്നും ഈ കഥാപാത്രത്തിന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തുടക്കത്തിലെ ഒരു സീനിൽ ഒരു ജിപ്സി ഇവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിർത്തിയിട്ട് മകൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒട്ടും സെറ്റിലാവാത്ത രീതിയിൽ ആ ജിപ്സിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് കൊടുക്കുന്ന ഒരു ആക്ടിങ് ആണെങ്കിലും, ഭാര്യയെ പറ്റി ഓർക്കുമ്പോൾ ഉള്ള അതിന് ശേഷമുള്ള ആ ബാക്ക്, എന്താ പറയുക, ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഉള്ള പുള്ളിയുടെ ആ ഒരു ചെറിയ എക്സ്പ്രഷൻസും കാര്യങ്ങളും ആണെങ്കിലും, ഇപ്പം തലയുടെ ഇത് വിടും, കെട്ട് വിടും, ഇത് പൊട്ടും, ഇപ്പം പൊട്ടും, അതിന് ശേഷം അടി പൊട്ടും എന്നുള്ള സീനിൽ പുള്ളി പെർഫോം ചെയ്യുന്നതാണെങ്കിലും, ഏറ്റവും അവസാനത്തെ കുറച്ചൊരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും കുറച്ച് ഇമോഷണൽ പരിപാടികളൊക്കെ ഉണ്ട്. ആകെ മൊത്തത്തിൽ പുള്ളി നല്ല രസമായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേറൊരു സിനിമ ഓർമ്മ വന്നത്, പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പുക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. ആഹ് അപ്പോൾ അങ്ങനെ അന്യായമായിട്ട് നമുക്ക് അനിൽ കപൂറിനെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അനിൽ കപൂറിൻ്റെ മകളായിട്ട് അഭിനയിച്ച രാധിക മദൻ. ഇവർ 2 പേർക്കും 2 ബാറ്റിലുണ്ട്. അതായത് ഇവരുടെ യുദ്ധത്തിൽ വേറെ ആരും പങ്കാളികളാവരുത്, നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. എനിക്കതിൽ അനിൽ കപൂറിൻ്റെ ഉം, പ്രശ്നങ്ങളെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു പട്ടാളക്കാരനായിട്ട് വന്ന് നാട്ടിൽ ഉള്ള ആൾക്കാരുമായിട്ട് ജെല്ലാവാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇപ്പോഴാണ് ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും, ഭാര്യയോട് നീതി പുലർത്താൻ പറ്റാത്ത രീതിയിലും ആ ഒരു ആവശ്യമുള്ള സമയത്ത് എത്തിപ്പെടാൻ പറ്റാത്ത അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മാനസികമായിട്ട് മനസ്സിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് പുള്ളിയെ വെറുതെ ചൊറിയാൻ വരുന്ന, പുള്ളിക്കൊരു തണ്ടിയല്ലാത്ത കുറച്ച് ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരുന്നു. കഥ എന്ന് പറയുന്നത് ക്ലീഷേയുടെ അയ്യരുകളിയാണ്. അവിടെയൊക്കെ രക്ഷപ്പെടുത്തുന്നത് ഈ മനുഷ്യൻ്റെ ഒറ്റ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. ഈ പടത്തിൻ്റെ ഒരു വലിയ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്, ഓൾമോസ്റ്റ് 2 മണിക്കൂർ 25 മിനിറ്റ് അനുസരിച്ച് അടുപ്പിച്ച് ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. അപ്പം നമുക്കറിയാം ഈ ആദ്യം, എന്താ പറയുക, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം ചൂഷണം ചെയ്യുന്ന ഒരു പരീഷ് റവാളിൻ്റെ മകനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, ആദിത്യ റവാൾ. ഒരു വാളിച്ചക്കൻ, നമുക്ക് കിട്ടുമ്പോൾ അടിച്ചു കൊടുക്കാൻ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് പുള്ളിയെ കൊണ്ട് ആ റോള്, ആ വെറുപ്പിക്കൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫുൾ വെറുപ്പിക്കലാണ് പുള്ളിയുടെ വക. ആക്ച്വലി ഒരു അഭിനയം എന്നതിനേക്കാൾ ഉപരി ഫുൾ വെറുപ്പിക്കലാണ്. ആ കഥാപാത്രം ഇമ്പൾസീവായിട്ട് ആൾക്കാരെ കൊല്ലുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പുള്ളിക്കാരൻ്റെ സിസ്റ്റർ ജയിലിൽ കിടക്കുകയാണ്, മോന സിംഗ്. എന്താ എന്താ പറയുക, ദ ബാസ്റ്റേർഡ്സ് ഓഫ് ബോളിവുഡിന് ശേഷം മോന സിംഗിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതൊരു ടെറഫിക് പെർഫോമൻസ് ഒന്നുമല്ല, പക്ഷേ ആ കഥാപാത്രമായിട്ട് നന്നായിട്ട് ഫിറ്റ് ഇൻ ആവുന്നുണ്ട്. പിന്നെ സോഫ്റ്റി ഭായിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറേ സബ് ക്യാരക്ടേഴ്സും പ്ലോട്ട്സും ഒക്കെ വരുന്നുണ്ട്. സൗരഭ് ശുക്ല അനിൽ കപൂറിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുന്നുണ്ട്. നോട്ട് ബാഡ്. പുള്ളി ഒരു നല്ല ആക്ടർ തന്നെയാണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ഓൾഡ് മങ്കാണ് കേട്ടോ. കാരണം പുള്ളി ഇതിനകത്തും ഓൾഡ് മങ്ങിൻ്റെ കുപ്പിയിൽ നിന്ന് തന്നെയാണ് അനിൽ കപൂറിന് ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുന്നതും ആ സീനും ഒക്കെ. പുള്ളി പണ്ടൊരു ഇൻ്റർവ്യൂവിലും ഓൾഡ് മങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൺ എ റാൻഡം തോട്ട് അതങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതും സിനിമയായിട്ട് പ്രസക്തിയില്ല, പക്ഷേ ഓൾഡ് മങ്ങിന് ഈ സിനിമയിൽ ഒരുപാട് പ്രസക്തിയുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ ഏറ്റവും അവസാനം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്, ഞെട്ടിച്ചിട്ടുണ്ട്. കുറച്ച് നേരമേ ഉള്ളെങ്കിലും പുള്ളിക്കും അന്യായ സ്വാഗും ആ ഒരു പഞ്ച് ഉണ്ട്. അതിന് അങ്ങേര് വന്ന് ചെയ്തത് അതൊട്ടും പ്രതീക്ഷിക്കില്ല. അങ്ങേരെ അവിടെ ആ സ്ഥലത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ട്രെയിലറിലും ഒന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ അങ്ങനെയൊക്കെ കുറച്ച് വർക്കായി. എവിടൊക്കെ അനിൽ കപൂർ വരുന്നുണ്ടോ, എവിടൊക്കെ പുള്ളി റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നല്ല ഇഴച്ചിൽ, അത്യാവശ്യം വേണമെങ്കിൽ ഒ ടി ടിയിലായതുകൊണ്ട് ഓട്ടിച്ചൊക്കെ ഒന്ന് കാണാം എന്നൊക്കെയുള്ള രീതിയിൽ തോന്നിയിട്ടുള്ള ഒരു ചിത്രം.
കണ്ടവർ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. അതായിരുന്നു എനിക്ക് സുബേദാർ തന്ന അനുഭവം. ഇതിനൊരു പാർട്ട് 2 കൂടി ഇവരിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ചാപ്റ്റർ വൈസ് ഇതിന് ഓരോ പേരൊക്കെ എഴുതി കാണിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷേ ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് മുൻകൂട്ടി പറയുന്നതുകൊണ്ട് അവിടെയും അതൊരു രസം കൊല്ലിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2ൽ ഒരു പക്ഷേ ഈ ക്യാരക്ടറിനെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ ഈ ഭൂമിക മാറ്റി, ഈ ക്ലീഷേ കഥകളൊക്കെ മാറ്റി പുള്ളിയെ വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്താൽ ഇത് കാണാൻ ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം വൺ ആൻഡ് ഒൺലി റീസൺ അനിൽ കപൂർ. പിന്നെ മകളുടെ കഥാപാത്രം ചെയ്ത പുള്ളിക്കാരി ചെയ്ത ആ ബാറ്റിൽ അതൊരു ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് എന്താ പറയുക, എൻ്റെ പ്രശ്നം നോക്കാൻ ഞാൻ മതി. എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട എന്ന് എന്താ പറയുക, നമ്മളിപ്പോൾ വിമൻ എംപവർമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കുത്തി നിറയ്ക്കുന്ന സീനിൽ ഇത് കുറച്ച് ഓർഗാനിക് ആയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെയാണ് സുബേദാറിനെ പറ്റി എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.